ഇസ്രയേലിനെതിരായ പോരാട്ടത്തിന്റെ 4ാം ഘട്ടം ആരംഭിച്ചതായി യമനിലെ സായുധ വിഭാഗ ഹൂത്തികൾ. ഇതോടെ ഇസ്രയേൽ ഏറ്റവും പിന്മാറുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയാണ്. ഏറ്റവും പേടി കൂടിയ ഒരു രീതിയിലേക്ക് നെതന്യാഹുവും എത്തിക്കഴിഞ്ഞു. ഇത് നോക്കുകയാണെങ്കിൽ സുപ്രധാന പ്രവർത്തനങ്ങൾ വരാനിരിക്കുകയാണെന്നാണ് ഹൂത്തികളുടെ വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹ്യ സാരി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് 2 ഘട്ടങ്ങളായിട്ടാണ് 4ാം ഘട്ടം വിഭാവനം ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ആദ്യ ഭാഗത്തിൽ മെഡിറ്ററേനിയൻ കടലിൽ ഉൾപ്പെടെ ആക്രമണങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. റഫേൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കുകയാണെങ്കിൽ 2ാം ഭാഗവും തുടങ്ങുമെന്നാണ് ഒരു ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇസ്രയേലിലേക്ക് സർവീസ് നടത്തുന്ന ഷിപ്പിംഗ് കമ്പനികളുടെ എല്ലാ കപ്പലുകളെയും ആക്രമിക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. നോക്കുകയാണെങ്കിൽ മെഡിറ്ററേനിയൻ കടൽ വഴി ഇസ്രയേൽ തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾക്ക് ഹൂത്തികൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ലംഘിച്ച കപ്പലുകളെ സംബന്ധിച്ച് പുതിയ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്തുമെന്നാണ് യഹ്യ സാരി വ്യക്തമാക്കുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ ഹൂത്തി ഗസയിലെ ജനങ്ങളെ പിന്തുണയ്ക്കുന്നതും ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെ ആക്രമിക്കുന്നതും കേവലം ജനപ്രീതി നേടാനല്ല, മറിച്ച് പ്രയോഗത്തിൽ വേരൂന്നിയ ഒരു നിലപാടാണിത്. തങ്ങളുടെ ലക്ഷ്യത്തിനായി ജീവൻ ബലിയർപ്പിക്കാൻ യമൻ ജനത പൂർണ്ണമായും തയ്യാറാണെന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഒരു വഴി ലഭിക്കുകയാണെങ്കിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ഇസ്രയേലി ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ ഗസയിൽ പോകുമെന്നും ഹൂത്തി വക്താവ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. യമന് നേരെ അമേരിക്ക കരയാക്രമണം നടത്തിയാൽ അതിനെ നേരിടാൻ തങ്ങളുടെ ജനത സ്വയം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇതിനർത്ഥം. ഈ ഫലസ്തീനിലേക്കുള്ള ഒരു പാത അവർക്കായി തുറന്നു കൊടുത്താൽ അവർ യുദ്ധത്തിനായി പുറപ്പെടുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഫലസ്തീൻ ജനതയെ പിന്തുണച്ച് 5ാമത്തെ 6ാമത്തെയും ഘട്ടങ്ങൾക്കായി കാര്യമായ തയ്യാറെടുപ്പുകളും ഹൂത്തി നടത്തുന്നുണ്ട് എന്ന് യഹ്യ സാരി വ്യക്തമാക്കുന്നുണ്ട്. ഇതോടെ ഇസ്രയേൽ അടിപതറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ചെങ്കടലിലും അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമെല്ലാം ഭൂമിയിലെ സ്വേച്ഛാധിപതികളെ ആക്രമിച്ചു തുടങ്ങിയതോടെ ഹൂത്തികളുടെ തന്ത്രപ്രധാന സ്ഥാന ലോകം മനസ്സിലാക്കിയിട്ടുണ്ട്. അറബ് കടലുകളും ചെങ്കടലും അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും മെഡിറ്ററേനിയൻ കടലുമെല്ലാം യമനിൽ പരമാധികാരം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ അമേരിക്കക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ ആരും ധൈര്യപ്പെടാത്ത അവസ്ഥയിലേക്ക് ലോകം എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. എന്നാൽ യമൻ അവരുടെ യുദ്ധക്കപ്പലുകളെയും ചരക്ക് കപ്പലുകളെയും ലക്ഷ്യമാക്കി മിസൈലുകളും ഡ്രോണുകളും അയക്കുന്നുമുണ്ട്. ഈ ഹൂത്തികളുടെ പ്രവർത്തനങ്ങൾ കാരണം അമേരിക്കയ്ക്ക് സ്വന്തം കപ്പലുകളെ സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല തങ്ങൾ എപ്പോഴും അമേരിക്കയുമായും ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ മാത്രമാണെന്നും യഹ്യ സാരി പറഞ്ഞിരിക്കുന്നു. ലോകം ഗസയെ കൈവിട്ടിരിക്കുന്നു എന്നും പറയുന്നുണ്ട്. പക്ഷേ യമൻ ചെറുത്തുനിൽപ്പിന്റെ അച്ചുതണ്ടിനൊപ്പം നിന്നു എന്ന് വേണം പറയാൻ. ഈ യുദ്ധമെല്ലാം യമനികളെയും പ്രതിനിധീകരിക്കുന്നതാണ്. മാത്രമല്ല ഒരു പ്രത്യേക ഗ്രൂപ്പിന്റേതോ വിഭാഗത്തിന്റേതോ മാത്രമല്ലെന്നും യഹ്യ സാരി ഊന്നി പറയുന്നുണ്ട്. അത് ഭീഷണിപ്പെടുത്തുകയാണ് ഇസ്രയേലിനെ. 4ാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള ഹൂത്തികളുടെ തീരുമാനത്തെ പ്രകീർത്തിച്ച് ഹമാസ് രംഗത്ത് വന്നിരുന്നു. ഈ വിവിധ പ്രവർത്തനങ്ങളിലൂടെ ഫലസ്തീൻ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുകയാണ് ഹൂത്തികൾ എന്ന് വേണം പറയാൻ. യമൻ ജനതയും സായുധ സേനയും നേതൃത്വം സ്വീകരിച്ച നിലപാടിനെയും പ്രശംസിക്കുകയും അൻസാറുല്ലാഹ് പ്രസ്ഥാനത്തിന്റെ നേതാവ് സായിദ് അബ്ദുൽ മാലിക് അൽ ഹൂത്തിക്ക് ആശംസകൾ നേരുകയും ചെയ്തു. അതായത് ഇരുവരും കൈകോർത്തു എന്ന് വേണം പറയാൻ. ഈ ഗസയിലെ വെടിനിർത്തൽ നീളുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിലേക്ക് പോകുന്ന എല്ലാ കപ്പലുകളും ആക്രമിക്കുമെന്ന് നേരത്തെ ഹൂത്തികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആദ്യം ഒരു മുന്നറിയിപ്പ് നൽകിയതാണ്. ചെങ്കടൽ വഴിയും മെഡിറ്ററേനിയൻ വഴിയും പോകുന്ന ഇസ്രയേലിലേക്കുള്ള കപ്പലുകൾ ആക്രമിക്കുമെന്നാണ് അന്ന് അവർ പറഞ്ഞിരുന്നത്. തങ്ങളുടെ മിസൈലുകളും ഡ്രോണുകളും എത്തുന്നിടത്തെല്ലാം ഇസ്രയേലിന്റെ കപ്പലുകൾ സുരക്ഷിതമാകില്ല എന്നുമാണ് ഒരു കടുത്ത ഭീഷണി അന്ന് മുഴക്കിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് വീണ്ടും ഹൂത്തികൾ ഇസ്രയേലിനെതിരെ വലിയൊരു ഭീഷണിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതോടെ നെതന്യാഹു അടിപതറുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു.